ഞാൻ ഒളിവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒളിവെടുത്താൽ അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒളിവെടുത്താ കിട്ടുന്ന പ്രതിഫലം, ഒളിവെടുത്താ കിട്ടുന്ന പ്രതിഫലം. പെങ്ങളെ, നീ അതാ കൈ കഴുകുമ്പോൾ കൈകൊണ്ട് ഒരുപാട് പാപം നീ ചെയ്തതല്ലേ മോളെ? ഒരുപാട് പാപങ്ങൾ പിടിച്ചതല്ലേ? ഒരുപാട് പാപങ്ങൾ അല്ലാഹുവേ മൊബൈലിലൂടെ നീ മെസ്സേജ് എഴുതിയത് ഈ കൈകൊണ്ടാണ്. ഈ കൈകൊണ്ടാണ് അല്ലാഹു പൊറുക്കാൻ പാടില്ലാത്ത പല പാപങ്ങളും ചെയ്തു പോയത് ഈ കൈകൊണ്ടാണ് പെങ്ങള്. കാണാൻ പാടില്ലാത്തത് അല്ലാഹുവേ നിന്റെ മുഖം കഴുകുമ്പോൾ ഈ കണ്ണുകൊണ്ട് ഹറാം കണ്ടവനാണ്, ഈ കണ്ണുകൊണ്ട് സെക്സ് കണ്ടവനാണ്, അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടവനാണ്. മോനെ, ഈ കണ്ണ് നിനക്ക് കഴുകി ശുദ്ധമാക്കണ്ടേടാ ചെറുപ്പക്കാരാ. മുഖം കഴുകുമ്പോൾ കണ്ണ് കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട പാപമാ. ഈ നാവ് കൊണ്ട് എത്രയോ വൃത്തികേടുകൾ പച്ച സെക്സ് പാതിരാത്രി ഇരുന്ന് പറഞ്ഞവനല്ലേ? എത്രയോ ചീത്ത വിളിച്ചിട്ടുണ്ട്, എത്രയോ അന്യവന്റെ ഇറച്ചി തിന്നതെല്ലാം ഈ നാവ് കൊണ്ടല്ലേ ചെറുപ്പക്കാരാ. വാ കഴുകുമ്പോൾ മോനെ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞ പാപമാണ്. ചെവി കഴുകുമ്പോൾ ചെവി കൊണ്ട് കേട്ട പാപമാണ്. കാല് കഴുകുമ്പോൾ കാലുകൊണ്ട് നടന്ന പാപങ്ങളാണ്. ഒളിവെടുത്ത് കഴിയുമ്പോ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരികയാ. എന്തിനാടാ ഒളിവെടുക്കുന്നത്? എന്തിനാ മോനെ ഒളിവെടുക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ റബ്ബിനെ കാണാനല്ലേടാ, അല്ലാഹനെ കാണാനല്ലേ മോനെ ഒളിവെടുക്കുന്നത്? അല്ലാഹനെ കാണാനാ ഒളിവെടുക്കുന്നത്, അല്ലാഹന്റെ മുന്നിൽ നിൽക്കാനാ ഒളിവെടുക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാര് ഹൗദിന്റെ കരയിൽ നിന്ന് ഒളിവെടുക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് വരികയാ, കൈകാല് വിറയ്ക്കുകയാ. എന്തിനാ തങ്ങള് ഒളിവെടുക്കുമ്പോ എന്തിനാ കരയുന്നത്? മോനെ, അല്ലാഹനെ കാണാനാടാ, എന്റെ റബ്ബിനെ കാണാനാണ് ഞാൻ ഒളിവെടുക്കുന്നത്. എങ്ങനെ കരയാതിരിക്കും ചെറുപ്പക്കാരാ?